ഹായ് എവരിവൺ, ശ്രീകാന്ത് ടാരോട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ കൂടെയുള്ള വ്യക്തിയുടെ ചില കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നു. ഇതുവരെ പറയാത്തതോ ആയ കാര്യങ്ങളായിരിക്കാം. അതൊക്കെ നിങ്ങൾ അറിയേണ്ട ഒരു സാഹചര്യം നിങ്ങളിലേക്ക് ഉണ്ടാകുന്നു. യൂണിവേഴ്സ് എന്താണ് പറയുന്നത് എന്ന് നോക്കാം. അവിടെ ഓവറോൾ എനർജിയിൽ വന്നത് തന്നെ എയ്റ്റ് ഓഫ് പെന്റിക്കിളുടെ എനർജിയാണ്. എയ്റ്റ് ഓഫ് പെന്റിക്കിളുടെ എനർജി എന്ന് പറയുന്നത്, അപ്പം ഈ വ്യക്തി ചിലപ്പം നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വ്യക്തി ആയിരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ആ വ്യക്തി നിങ്ങളെ മാത്രം ഓർത്തിരിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എല്ലാ കാര്യങ്ങളും വാച്ച് ചെയ്യുന്നു, നിങ്ങൾ മെസ്സേജൊക്കെ എടുത്ത് നോക്കുന്നു, നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നോക്കുന്നു, നിങ്ങളൊന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു മനസ്സുകൊണ്ട്, മറ്റുള്ളവർ മുഖേന നിങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നു. ഇത്തരം ഒരു സാഹചര്യം അവിടെ കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ചില വ്യക്തികൾക്ക് ഒരു കോളോ മെസ്സേജോ വരാൻ സാധ്യതയുണ്ട്. ചില വ്യക്തികൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഒരു ജോലിക്ക് വേണ്ടി ഒരുപാട് ശ്രമിച്ചിട്ടും ഇതുവരെ സാധിച്ചിരുന്നില്ലെങ്കിൽ ആ ജോലിയുടെ ഒരു മെയിലോ മെസ്സേജോ ഒക്കെ വന്ന് നിങ്ങളെ സർപ്രൈസ് ആക്കി അത് പറയാം എന്ന് വിചാരിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങളിൽ സർപ്രൈസ് ആയിട്ട് ഒരു പ്രണയം പറയാം എന്ന് ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ പല കാര്യങ്ങളും നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ അവിടെ കാണാൻ സാധിക്കും. ജോലി സംബന്ധമായോ സാമ്പത്തികപരമായ ഒരു ഉയർച്ചയാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതുവരെ എല്ലാ കാര്യത്തിനും ബുദ്ധിമുട്ടി നിന്ന വ്യക്തികൾക്കായിരിക്കാം ഈ ഒരു അവസ്ഥ വന്നത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ അവരോട് പറയണ്ട എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിലും കൂടി ഇത് പറയാതിരിക്കാനും കഴിയുന്നില്ല. അതാണ് ഇവിടെ കാണുന്നത്. ഞാൻ പറഞ്ഞില്ല, ഇവിടെ അങ്ങനെയൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ആഗ്രഹിച്ച ഒരു കാര്യം കിട്ടിയ ഒരു സന്തോഷം, അത് എല്ലാവരെയും അറിയിക്കാനുള്ള ഒരു മനസ്സുകൊണ്ടുള്ള ഒരു ആഗ്രഹം, പറയാതിരിക്കാനും വയ്യ. ഈ സന്തോഷം എങ്ങനെ മറ്റുള്ളവരെ അറിയാം, ചിലപ്പോൾ ആരോട് പറഞ്ഞാൽ നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പേടിയുണ്ട് മനസ്സിൽ. അത് അവർ കുറെ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമായിട്ട് അവിടെ കാണാൻ സാധിക്കും. ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ജീവിതത്തിലേക്ക് വരുന്നത്. അതിൻ്റെ സന്തോഷം, ആ സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുന്ന വ്യക്തികളെയാണ്. അവർ ആഗ്രഹിച്ച ആ ഒരു കാര്യം സാധിച്ചു. ചിലപ്പോൾ അത് ജോലിയായി. അവർ ഒരുപാട് നാളായിട്ട് ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ച വ്യക്തികളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് ഇവിടെ ഒരു ജോലി സംബന്ധമായ കാര്യം അല്ലെങ്കിൽ വിവാഹ സംബന്ധമായ കാര്യം, ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കാൻ പരസ്പരം ഒരു തുറന്നു പറച്ചിലൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്നായിരിക്കാം തുറന്നു പറയണം എന്ന് തോന്നുന്ന മനസ്സിലെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഒരുമിച്ച് ജീവിക്കാൻ ഒരു തീരുമാനമെടുത്ത ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ സാമ്പത്തികം വന്നു ചേർന്നതായിരിക്കാം. അത് കുറെ നാളായിട്ട് അതിനു വേണ്ടി ശ്രമിച്ചിട്ട് ഇപ്പൊ കിട്ടുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരുപാട് ലക്ഷ്യം, ചിലപ്പോൾ ഒരുമിച്ച് ജീവിക്കാം, സെപ്പറേഷൻ നിൽക്കുന്നവർ ഒരുമിച്ച് ജീവിക്കാം എന്ന് ആഗ്രഹിച്ച് ആ ഒരു കാര്യം പരസ്പരം പറയാതിരുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ പറയാം എന്ന് വിചാരിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ പുതിയ പ്രണയം തന്നെ ആകാനുള്ള സാധ്യത. അങ്ങനെ ഒരു എനർജി അവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ എനർജിയിലാണ് തന്നെ കിട്ടിയത്. അപ്പൊ ആഗ്രഹിച്ച ഒരു ലക്ഷ്യത്തിലേക്ക് നേടുന്ന ഒരു എനർജി, എന്തോ ഒരു കാര്യം സാധിച്ചിട്ട് അത് പറയാൻ കഴിയാതെ നിൽക്കുന്ന ഒരു വ്യക്തി, പറഞ്ഞാൽ പ്രശ്നമാകുമോ, ആ ഒരു സന്തോഷം നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള ഒരു പേടി. കാരണം അത്രയധികം സ്ട്രഗിളിങ് കഴിഞ്ഞു വന്ന ഒരു വ്യക്തിയിലൂടെ കാണാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ ഒരുപാട് നെഗറ്റീവ് എനർജി, തേർഡ് പാർട്ടി ഇഷ്യൂ,
മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം, മറ്റുള്ളവരുടെ കൺട്രോളിൽ നിൽക്കേണ്ട സാഹചര്യം, മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് ജീവിക്കേണ്ട ഒരു സാഹചര്യം, അല്ലെങ്കിൽ ചില വ്യക്തികൾക്കാണെങ്കിൽ ആ ശരിക്കും ഒരു ജീവിതത്തെ ശരിക്കും ജീവിതത്തെക്കുറിച്ചൊരു യഥാർത്ഥ കാഴ്ചപ്പാടില്ലാത്ത വ്യക്തികളായിരിക്കാം. അന്നന്ന് കിട്ടുന്ന സുഖിക്കുന്ന ആ ഒരു ജീവിതം, മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരു വ്യക്തികളായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളിലേക്ക് പെട്ടെന്നാണ് പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം വരുന്നത്. ആ വ്യക്തി ഇത്തരം ഒരു കാര്യം കൊണ്ട് ഒരുപാട് സ്ട്രഗ്ലിങ് അനുഭവിച്ചിട്ടുണ്ടാവും. ഒന്നിനെ കുറിച്ച് ചിന്തിക്കാതെ, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയി കാണുന്ന സന്തോഷങ്ങൾ അതായിരിക്കും അവരുടെ സന്തോഷം എന്ന് വിചാരിച്ച് ജീവിച്ച വ്യക്തികൾ. ഒരു മെച്യൂരിറ്റി കുറവ് അങ്ങനെ പറയാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തികളെ അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്കാണ് പെട്ടെന്നൊരു മാറ്റം വരും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ. ഈ ഒരു സ്വഭാവം കൊണ്ട് അവർക്ക് ജീവിതത്തിൽ പല നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. മറ്റു തേർഡ് പാർട്ടിയുടെ ഒരു എനർജി മൂലം മുന്നോട്ട് പോകാൻ സാധിക്കാതെ ചുറ്റിലും ശത്രുക്കളും, ജോലിസ്ഥലത്തായാലും സാമ്പത്തികപരമായാലും ഫാമിലിയിലായാലും റിലേഷൻഷിപ്പിലായാലും പ്രശ്നങ്ങളായിട്ട് നിന്ന വ്യക്തികളാണ്. അവർക്കാണ് പല മാറ്റങ്ങളും ജീവിതത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് അവർക്ക് ഒരു രഹസ്യമായി വെച്ചിരിക്കുന്ന വ്യക്തികളാണ്. പക്ഷെ അവർക്ക് പറയാതിരിക്കാനും കഴിയുന്നില്ല എന്നിവിടെ കാണുന്നുണ്ട്. കാരണം ആ ഒരു കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ആ പഴയൊരു സാഹചര്യത്തിലേക്ക്, ചിലപ്പോൾ നിങ്ങളുടെ സ്നേഹമായിരിക്കാം, അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ വഴക്കിട്ട കാരണം ചിലപ്പോൾ ഈ വ്യക്തി മെച്യൂരിറ്റി കുറവായിരിക്കും. ഈ വ്യക്തി നിങ്ങളെ മനസ്സിലാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച വ്യക്തിയായിരിക്കാം. പക്ഷെ ഇപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിന് മാറ്റം വന്ന് പല കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലായി മുന്നോട്ട് വരുന്ന ഒരു എനർജി കാണുന്നത്. കൂടെ തന്നെ ഉള്ളവരാണ് നിങ്ങളുടെ ഇടയിൽ ശത്രുക്കളായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിഞ്ഞ ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ മനസ്സിലുള്ള കാര്യം പഴയതിൽ നിന്ന് മാറി പുതിയൊരു വ്യക്തിയായി മാറാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളോട് പറയുന്നതാവാൻ സാധ്യതയുണ്ട്. അല്ല, ആ വ്യക്തിക്ക് ഒരു ജോലി കിട്ടിയിട്ട് ഒരു നിങ്ങളിലേക്ക് വന്നിട്ട് ആ ഒരു കാര്യം നിങ്ങളോട് പറയാം എന്ന് ചിന്തിക്കുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പഴയതൊക്കെ മറന്ന് പുതിയ തുടക്കങ്ങളിലേക്ക് കടക്കുന്ന ഒരു വ്യക്തിയാണ്. അത് മനസ്സിൽ ആഗ്രഹിച്ച് മാനിഫെസ്റ്റ് ചെയ്ത് ആ ഒരു കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ പുതിയ തുടക്കങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ കൂടെ എന്നും ഉണ്ടാവണം, ഒരു കൈത്താങ്ങായി സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാകണം ആ വ്യക്തി ഉദ്ദേശിക്കുന്നത്. ഒരു ഫ്രഷ് ന്യൂ സ്റ്റാർട്ടാണ്. മുമ്പേ നിങ്ങൾ ഈ വ്യക്തിയെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾ ഡിസേർവ് ചെയ്യുന്നത് ഈ വ്യക്തിയിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവില്ല. ഈ വ്യക്തിക്ക് ഇപ്പം അത് മനസ്സിലാകുന്നുണ്ട്. എല്ലാത്തിനും വേണ്ടി ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇവിടെ നിങ്ങൾക്കുണ്ടായത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്തു, നിങ്ങൾ സെൽഫ് ലൈവ് ചെയ്തു, നിങ്ങൾ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി ഇത്തരം ഒരു ക്യാരക്ടർ കാരണം നിങ്ങൾക്ക് ആ വ്യക്തിയിലേക്ക് പോകാൻ താല്പര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളിലെ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ജോലിയായാലോ സാമ്പത്തികം, നിങ്ങൾക്ക് വേണ്ടത് എന്താണോ ആ ഒരു കാര്യം, സാമ്പത്തികത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും. നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ പോകുന്നു. ആ വ്യക്തി ഇപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരാനും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എനർജി കിട്ടാതായപ്പോഴാണ് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നുള്ള ഒരു ബോധം വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ വ്യക്തി എപ്പോഴും നിങ്ങളിൽ നിന്ന് മാറിപ്പോകാനായി ശ്രമിച്ചതെന്ന് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻപ് അത് നിങ്ങളിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടാകും. നിങ്ങളെ മനസ്സിലാക്കാതെ നിങ്ങളെ കുറ്റപ്പെടുത്തലും പറച്ചിലുമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ടാകും. ഇപ്പോൾ ആ വ്യക്തി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് തരണം എന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ, ഒരുമിച്ചുള്ള ജീവിതത്തിനും നിങ്ങൾ കൂടിയേ തീരൂ എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ചില വ്യക്തികൾക്ക് ജോലി സംബന്ധമായ ഒരു പുതിയ ബിസിനസ്സോ അല്ലെ പുതിയ ജോലിയോ ഒക്കെ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയം കൂടിയായിട്ട് തുടങ്ങും. ആ ലക്ഷ്യം, ആഗ്രഹിച്ച ലക്ഷ്യത്തിലേക്ക് കടക്കുന്ന ഒരു എനർജി, പുതിയതായിട്ട് തുടങ്ങാൻ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഒരു സക്സസ്സിലേക്ക് പോകുന്ന ഒരു എനർജി അവിടെ കാണാൻ സാധിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു ഓഫീസിലൊക്കെ ജോലി കിട്ടുന്നതാക്കാൻ സാധ്യതയുണ്ട്. അവരുടെ എനർജിയിൽ അതാണ് കാണുന്നത്. ഒരു നല്ല ജോലി കിട്ടുന്ന ഒരു എനർജി ഇവിടെ കാണുന്നത്. കുറെ നാളായിട്ട് അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ലക്ഷ്യം നിറവേറുന്നു. ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ആ വ്യക്തിയുടെ മനസ്സ് മാറി നിങ്ങളിലേക്ക് വന്നതായിട്ട് അവിടെ കാണുന്നത്.
പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ചിലപ്പോൾ ഇതുവരെ നിങ്ങളോട് അവരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോഴവർ അത് തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. ചില വ്യക്തികള് അവരുടെ കയ്യിലുള്ള പണം വിശ്വസിച്ച് മറ്റാരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാവും. കൊടുക്കൽ വാങ്ങലുകൾ ഇവിടെ കാണുന്നുണ്ട്. ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. ഇപ്പോഴത്തെ നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ അത് കിട്ടാത്തൊരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുവേണ്ടി ഒരുപാട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവും. ആ ഒരു അവസ്ഥ ഇവിടെ കാണാൻ, എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റാത്ത ഒരവസ്ഥ. ഇനിയിപ്പോൾ ആരുടെ പറഞ്ഞാൽ അത് പ്രശ്നമാകുമോ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി കൂടി. അത് റിലേഷൻഷിപ്പിന്റെ കാര്യമായി നിങ്ങൾക്ക് കിട്ടാത്ത സ്നേഹം കിട്ടാത്തപ്പോൾ നിങ്ങൾ മാറിപ്പോയി. ഇപ്പോൾ ആ വ്യക്തി അത് നിങ്ങളിലേക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നിവിടെ കാണുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്ന പ്രവർത്തിക്കുകയായാലും, നിങ്ങളുടെ ജീവിതത്തിനായാലും, നിങ്ങളുടെ റിലേഷൻഷിപ്പിനായാലും, ജോലിക്ക് വേണ്ടിയാണെങ്കിലും, നിങ്ങൾ ആ വിശ്വസിച്ച നിങ്ങളുടെ 100% ആ വ്യക്തിക്ക് കൊടുത്തിട്ട്, നിങ്ങളുടെ വിശ്വാസം, സ്നേഹം, കെയറിങ് എല്ലാം ആ വ്യക്തിക്ക് കൊടുത്തിട്ട്, പക്ഷെ ആ വ്യക്തി മനസ്സിലാക്കില്ല നിങ്ങൾ അത്രയും കെയറിങ് സപ്പോർട്ടായിട്ടാണ് ആ വ്യക്തിയെ കൊണ്ട് നടന്നത് എന്നിവിടെ കാണുന്നത്. അത് ആ രീതിയിൽ കൊണ്ടുപോകാൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ വ്യക്തി ഇപ്പൊ മനസ്സിലാകാത്തൊരു രീതിയാണ്. പക്ഷെ ഇപ്പൊ ആ വ്യക്തിക്ക് തിരിച്ചറിവ് വന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധിമുട്ടോ കഷ്ടപ്പാടുകളോ ഒന്നും ആ വ്യക്തി മനസ്സിലാക്കിയില്ല. അതുകൊണ്ടാണ് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനും ഒരു സന്തോഷകരമായ ഒരു കുടുംബജീവിതം. സന്തോഷകരമായ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ച്, അത് ഫാമിലിയുള്ള വ്യക്തികൾ, പാരൻസ് ആയിരിക്കും, കുട്ടികളായി എല്ലാവരും കൂടി സന്തോഷമുള്ള ഒരു സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നതായി ഇവിടെ കാണുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യം നിങ്ങളോട് പറയണം, അല്ലെങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു ജീവിതമാണ് എനിക്ക് വേണ്ടത്, അതിന് താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് പോകാം, നിങ്ങൾ വരണം എന്ന് പറയുന്നുണ്ടാകും. ഒരുമിച്ചൊരു ജീവിതം, വിവാഹം കഴിച്ചൊരു ജീവിതം, അത് ജോലി ഇല്ലാത്തവരാണ്, ജോലി ആ കാരണം കൊണ്ടാണ് സെപ്പറേഷൻ നിന്ന് ആ ഒരു കാര്യം കിട്ടുന്നൊരവസ്ഥ, സാമ്പത്തിക പ്രശ്നം കൊണ്ടാണെങ്കിൽ ആ സാമ്പത്തികം വന്ന് ഒരു ഐക്യം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരവസ്ഥ, അത്തരം എനർജി അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഒരുപാട് പവറുള്ള വ്യക്തികളായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. ആ വ്യക്തിയാണെങ്കിലും നിങ്ങളാണെങ്കിലും നല്ല കഴിവും തൻ്റെ സാമർഥ്യം എല്ലാ കാര്യങ്ങൾക്കും ഒരു നല്ലൊരു മുന്നോട്ട് കൊണ്ടുപോകാൻ, എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരു വ്യക്തികളായിട്ട് ഇവിടെ കാണുന്നത്. പക്ഷെ ഈ വ്യക്തി എത്ര പവറുള്ള വ്യക്തിയാണെങ്കിലും ഇപ്പൊ ഒരുപാട് വേദന അനുഭവിക്കുന്നതായിട്ട് കാണുന്നത്. റിലേഷൻഷിപ്പിലൂടെ ആയിരിക്കാം, അല്ല അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഏത് പ്രശ്നമാണോ ആ പ്രശ്നത്തിന് ഇപ്പൊ ഒരുപാട് വേദന അനുഭവിക്കുന്നുണ്ട്. ആ വ്യക്തിയുടെ മനസ്സ്, ഇത്രയും സ്ട്രോങ് ആയ ഒരു വ്യക്തിയുടെ മനസ്സ് പിടിച്ചുലച്ച ഒരു അവസ്ഥയെ കൂടിയാണ് പോണത്. അപ്പം നിങ്ങളും കൂടെ കൈവിട്ടാൽ എന്ത് ചെയ്യും എന്നറിയാൻ പറ്റാത്തൊരവസ്ഥ. ഇതുവരെ ഈ വ്യക്തി മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും ജീവിച്ചിരുന്നെങ്കിൽ, എല്ലാവരെയും അടക്കി ഭരിച്ച രീതിയിൽ മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇപ്പൊ ആ വ്യക്തി അങ്ങനെയൊന്നും വേണ്ടായിരുന്നു, അങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ല എന്ന് ചിന്തിച്ച് സ്വയം മനസ്സിലാക്കി ഇനി തന്നെയെങ്കിലും എൻ്റെ കൺട്രോളിൽ നിൽക്കണം, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നതുകൊണ്ടാണ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുന്നത് എന്ന ഒരു തിരിച്ചറിവ് ജീവിതത്തിലുണ്ട്. ഇത് ഒരു നല്ല ജോലിയുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കായിരിക്കും നല്ല ആ വ്യക്തി ഒരു ഗവൺമെന്റ് ജോലിയൊക്കെയുള്ള വ്യക്തി, അല്ല അത്തരം ഒരു എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തി, സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ള, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ഥാപനം നടത്തുന്ന അങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ ചാരിയറ്റാണ് നെഗറ്റീവും പോസിറ്റീവുമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവിലേക്ക് മാറാൻ യൂണിവേഴ്സ് പറയുന്നുണ്ട്. യൂണിവേഴ്സ് ഇപ്പോൾ കാണിച്ചു തരുന്ന വഴിയിലൂടെ ഉറച്ച മനസ്സോടെ മുറുക്കെ പിടിച്ച് പോകാനാണ് പറയുന്നത്. ജീവിതത്തിൽ നമ്മുടെ ഇടയിൽ, ഏതൊരു വ്യക്തിയുടെ ഇടയിൽ 2 പാത ഉണ്ടാകും, 2 ശക്തികൾ. അത് ഒന്ന് പേടി, ഭയം, ആത്മവിശ്വാസം. നമുക്ക് ആശയക്കുഴപ്പം വരുമ്പോൾ ആത്മധൈര്യത്തോടെ മുന്നേറേണ്ട ഒരു സമയമാണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. പല കാര്യങ്ങളും ബാലൻസ് ചെയ്യണം, പലതും കൺട്രോളിൽ കൊണ്ടുവരണം. എപ്പോഴും സന്തോഷം മാത്രം ആർക്കും ഉണ്ടാവില്ല, സങ്കടങ്ങളും ഉണ്ടാകും. അപ്പൊ ആ സങ്കടങ്ങൾ അതിജീവിച്ച് മുന്നേറി പോകേണ്ട ഒരു സമയമാണ്. എല്ലാ കാർമിക സിറ്റുവേഷനും അവസാനിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തൊക്കെ ജീവിതത്തിൽ കാർമികമായ സിറ്റുവേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടോ ആ ഒരു സിറ്റുവേഷൻ അവസാനിക്കുന്ന ഒരു സമയമായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സോൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ കാർമിക സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് അവസ്ഥയിലൂടെയാണോ കടന്നു പോയിരുന്നത്
ഇപ്പോൾ ആ വ്യക്തി ആ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എല്ലാം ബാലൻസ് ചെയ്യാൻ പാടുപെടുന്നു. ബോധ മനസ്സിനെയും ഉപബോധ മനസ്സിനെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല. യഥാർത്ഥ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ ഈ വ്യക്തിക്ക് കഴിയുന്നില്ല എന്ന് ഇവിടെ കാണുന്ന ഏഞ്ചൽ സപ്പോർട്ട് ഉണ്ട്. ഈ വ്യക്തിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ പ്രാർത്ഥിക്കാത്ത വ്യക്തികളാണെങ്കിൽ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നിവിടെ കാണുന്നുണ്ട്. പലതും ഇപ്പോഴെ കാണുന്ന പല കാര്യങ്ങളും ആ കാര്യങ്ങളുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ഈ വ്യക്തിക്ക് കഴിയുന്നില്ല. പലതും അവർക്ക് മനസ്സിലാകുന്നില്ല. എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ ബാലൻസിൽ കൊണ്ടുപോകണം എന്ന് അറിയുന്നില്ല. ഒരു ജഡ്ജ്മെന്റിന് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുന്നതായി ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അവർ ചെയ്ത തെറ്റുകൾക്കുള്ള ശിക്ഷ അനുഭവിക്കുന്ന ഒരു എനർജിയാണ്. അപ്പം ഏതൊരു കാര്യം ചെയ്യുമ്പോൾ രണ്ട് വശവും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ കർമ്മ എപ്പോഴും തിരിച്ചടിക്കുക. ആ വ്യക്തി ഇപ്പോൾ ഇനിയിപ്പോൾ ആ ഒരു സമയം കഴിഞ്ഞിട്ട് വേണം ആ വ്യക്തിക്ക് പുതിയൊരു തുടക്കത്തിലേക്ക് കടക്കാൻ. ആ വ്യക്തിയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ വേണ്ടിയും നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതത്തിന് വേണ്ടിയും ആ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്. ആ ഒരു തുറന്ന് പറച്ചിൽ ഇപ്പം ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്. അത് വെയിറ്റ് ചെയ്യുന്നത് ആഗ്രഹിച്ച എന്ത് കാര്യത്തിനുമാകാം. ചിലപ്പോൾ അത് ജോലി സംബന്ധമാകാം, സാമ്പത്തികത്തിന് വേണ്ടിയായിരിക്കും, നല്ലൊരു കുടുംബത്തിന് വേണ്ടിയായിരിക്കാം, ഒരു നല്ല ഫാമിലി വീടിന് വേണ്ടിയായിരിക്കും. അങ്ങനെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും കൊടുത്തത് തിരിച്ചു കിട്ടും എന്നിവിടെ കാണുന്നുണ്ട്. അത് കർമ്മയായാലും സാമ്പത്തികമായാലും റിലേഷൻഷിപ്പ് ആയാലും എല്ലാം തിരിച്ചു വരും, കയ്യിലേക്ക് വരുന്ന ഒരു സമയമാണ്. ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടണം എന്ന് തന്നെയാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കർമ്മത്തിൽ എന്ത് തന്നെയാണെങ്കിലും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു പ്രശ്നം കഴിഞ്ഞ് ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്. ആ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. നിങ്ങൾക്ക് കൈത്താങ്ങായി സപ്പോർട്ടായി നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അതിൻ്റെ ഒരു സന്തോഷമാണ് അവിടെ കാണാൻ സാധിക്കുന്നത്. ആ വ്യക്തി നിങ്ങളെ വിളിക്കാൻ, നിങ്ങളിലേക്ക് വരാനും വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഓവറോൾ എനർജിയിൽ കാണുന്നത്. ഈ സ്ട്രഗിളിങ്ങിൻ്റെ അവസാനത്തെ ഘട്ടമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മാറിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു നല്ല ജീവിതം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.